ക്യാറ്റ്ലി സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. ഇത് ഇപ്പുറത്ത് ഇനി ഒരു കാര്യം പറയാം. ഏതാണ്ട് 1600 കോടി രൂപയുടെ നഷ്ടം കിറ്റെക്സിനുണ്ട്. അത് അമേരിക്കൻ താരിഫ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കിറ്റെക്സിനുണ്ടായ നഷ്ടമാണ്. ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. തൻ്റെ കമ്പനിയെ രക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാകണം ഇന്നലകളിൽ അതിശക്തമായി 3 രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച് ഒരു മനുഷ്യൻ പോയത്. പക്ഷേ അതിലേക്ക് ദയവ് ചെയ്ത് നമ്മളെ വലിച്ചിടരുതായിരുന്നു. അല്ല, എനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യം ഞാൻ ഉൾപ്പെടെയുള്ളവർ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഒന്ന്, ഞാൻ വന്നതിന് ശേഷം കുറേ സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രീയവും അറിയാത്ത, നിലവിൽ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഒരു ഇടപെടൽ പോലും നടത്തിയിട്ടില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആദ്യം അവിടെ നാണം കിട്ടും. അപ്പോൾ ഇവരുടെ ഉദ്ദേശം രാഷ്ട്രീയമല്ല, എങ്ങനെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് മത്സരിപ്പിച്ച് BJP-യിൽ നിന്ന് ഫണ്ട് വാങ്ങുക, തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഫണ്ട് ചോദിക്കുക. ഞാൻ ഇദ്ദേഹം ഒരുപാട് നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ 2020-യുടെ ആശയത്തോട് ഭയങ്കര യോജിപ്പുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട്, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കിഴക്കമ്പലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള. പക്ഷെ പിന്നീട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താ? കിഴക്കമ്പലത്ത് ചെയ്ത പലതും 2020-ക്ക് അല്ല, കിറ്റെക്സിന് വേണ്ടിയിട്ടാണ്. കിറ്റെക്സിൻ്റെ പല കാര്യങ്ങളും നടത്തിയെടുക്കാനും എത്ര വലിയ കമ്പനിയാണെന്നുണ്ടെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ ഒരൊറ്റ ലെറ്റർ മതി ആ സ്ഥാപനം പൂട്ടിപ്പോകാൻ. അങ്ങനെ ഒരു ലെറ്റർ ഒരു കാലത്തും വരാതിരിക്കണമെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ ഭരണം അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കണം. അവിടെ ജനങ്ങളെ എങ്ങനെ നിർത്തി? ആനുകൂല്യങ്ങൾ കൊടുത്തു നിർത്തി. ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ജനത അവർക്കൊപ്പം നിന്നു. പൊതുവേ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് കിഴക്കമ്പലത്ത് അവർക്ക് വേണ്ടി ജനങ്ങൾ നിന്നു. ഇത് ഇപ്പുറത്ത് ഇനി ഒരു കാര്യം പറയാം. ഏതാണ്ട് 1600 കോടി രൂപയുടെ നഷ്ടം കിറ്റെക്സിനുണ്ട്. അത് അമേരിക്കൻ താരിഫ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കിറ്റെക്സിനുണ്ടായ നഷ്ടമാണ്. ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ നഷ്ടം നികത്താൻ അദ്ദേഹം കേന്ദ്രവുമായി ചേരുമ്പോൾ തെലുങ്കാനയിൽ അദ്ദേഹത്തിന് പല പ്രോജക്റ്റുകളും പാസ്സാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേന്ദ്രം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് 10,000 CRO മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പ്രോജക്റ്റ്. അതിൻ്റെ കറക്റ്റ് റിപ്പോർട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൽ ഓരോ കമ്പനികളെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഷെയർ വാല്യൂ വർദ്ധിക്കും, കിറ്റെക്സിനും പ്രയോജനപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ കമ്പനിയെ രക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാകണം ഇന്നലകളിൽ അതിശക്തമായി 3 രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച് ഒരു മനുഷ്യൻ പോയത്. പക്ഷേ അതിലേക്ക് ദയവ് ചെയ്ത് നമ്മളെ വലിച്ചിടരുതായിരുന്നു. പുള്ളിയുടെ ലക്ഷ്യം രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ ആഗ്രഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് പുള്ളിക്ക് അങ്ങനെ ആഗ്രഹമില്ല. ഇത്രയും പ്രതിസന്ധി നേരിട്ടു, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, ഇനിയും ആ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണോ അതോ അഖിൽ മാറാർ 2020 വിടുകയാണോ? അതിലെ ഭാര്യയെ കുനിച്ചുയർത്തി ഇടിച്ചിട്ട് ഭർത്താവിനെയും ഭാര്യയും കൂടെ ഒന്നിപ്പിക്കുന്ന കണക്ക് ചില ചർച്ചകൾ കുടുംബത്തിൽ നടക്കും. അതുപോലെ ഇപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ചത്. അത് ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിച്ച ആളാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. സിനിമാ മേഖലയിൽ നിന്നും മറ്റിതര മേഖലയിൽ നിന്നും കിട്ടുന്ന വരുമാനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് പരിപൂർണമായും ജനങ്ങൾക്കിടയിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. കഴിഞ്ഞ 2.5 മാസക്കാലമായിട്ടും ഒരു മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ല, ഫോണിന് റിപ്ലൈ തന്നിട്ടില്ല. 2020-യുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനം വല്ലതുമാണോ? അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? അതും കൊല്ലം ജില്ല പോലെ സംഘടനയില്ലാത്തൊരു സ്ഥലത്ത്. ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തിനാണ്? പോയി സംഘടനയെ വളർത്തിയെടുക്കാമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ആഗ്രഹം അതായിരുന്നു. പക്ഷേ അത് സാധിച്ചു തരാത്തത് കൊണ്ടും അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോകണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ 2.5 മാസമായിട്ട് 2020-യുടെ എന്തെങ്കിലും രാഷ്ട്രീയ പ്രതികരണം? ഇപ്പം കഴിഞ്ഞ 2.5 മാസമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, പല പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നല്ലോ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ അടുത്ത സമയത്താണ് ഡൽഹി സമരം ഉൾപ്പെടെ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, സാബു ജേക്കബിന്റെയോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ 2020-യുടെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ പ്രതികരണം നടത്തിയോ? ഇല്ല. രാഷ്ട്രീയം അവർക്ക് താല്പര്യമില്ല. തീർച്ചയായിട്ടും സാബുവിന് കാശടിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് മാറിയോ? അല്ല, അദ്ദേഹം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പം ഒരാൾ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കാശടിക്കണോ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകണോ, ഇതൊക്കെ പുള്ളിയുടെ മാത്രം താല്പര്യമാണ്. പുള്ളി അതൊക്കെ ചെയ്തോട്ടെ. ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു വിഷയമുള്ള കാര്യമേ അല്ല. അല്ല, എനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യം ഞാൻ ഉൾപ്പെടെയുള്ളവർ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഒന്ന്, ഞാൻ വന്നതിന് ശേഷം കുറേ സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രീയവും അറിയാത്ത, നിലവിൽ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഒരു ഇടപെടൽ പോലും നടത്തിയിട്ടില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആദ്യം അവിടെ നാണം കിട്ടും. കാര്യം പലരും പറഞ്ഞു, അഖിലൊക്കെ 2020 വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തോന്നി കൊള്ളാം, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അവർ ചെയ്യാൻ പോകുന്നു. പിന്നീട് ആ സമയത്ത് വന്ന ചില കാൻഡിഡേറ്റ് പട്ടിക നിങ്ങൾ കേട്ട് കാണും. വോട്ടർപട്ടികയിൽ പോലും പേരില്ലാത്തവർ, കേരളത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലാത്തവർ, ഒരു എവിടെ ആയിക്കോട്ടെ, കേന്ദ്രത്തിനെതിരെ ആയിക്കോട്ടെ, സംസ്ഥാനത്തിനെതിരെ ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം പോലും നടത്താത്ത ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് കാൻഡിഡേറ്റ് ആക്കി. അപ്പോൾ ഇവരുടെ ഉദ്ദേശം രാഷ്ട്രീയമല്ല, എങ്ങനെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് മത്സരിപ്പിച്ച് BJP-യിൽ നിന്ന് ഫണ്ട് വാങ്ങുക, തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഫണ്ട് ചോദിക്കുക. BJP A ക്ലാസ് മണ്ഡലമായിട്ട് കരുതിയത് തൃപ്പൂണിത്തറയായിരുന്നു. അപ്പോൾ അവിടെയാണ് ആദ്യം അഖിൽ മത്സരിക്കുമെന്ന് കരുതിയത്. അവിടെ പോലും കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഭക്തിക്ക് ഇപ്പോൾ അഖിലിനും കുറവില്ലല്ലോ. അല്ല, അതിൻ്റെ പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പം എറണാകുളം ജില്ലയിലെ എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വലിയ നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടി താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണോ
എന്ന സംശയം എനിക്കുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലൊരു മണ്ഡലത്തിലേക്ക് ഞാൻ വരുന്ന സമയത്ത് BJP 30-35,000 വോട്ടിൻ്റെ ബേസുള്ള മണ്ഡലമാണ്. BJP സംഘടനയുള്ള മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ പോകുന്നത് കൗൺസിലർമാരും മുനിസിപ്പൽ ചെയർമാനും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ്. തൃക്കാക്കരയെ സംബന്ധിച്ച് ഒരു കൗൺസിലറില്ലെന്നേ, ഒരു കൗൺസിലറില്ല. ഇനി കൗൺസിലർ പോട്ടെ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു NDAയുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും ഇല്ലാതെ, കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന ഒരാളാണ് ഞാൻ തൃക്കാക്കരയിൽ. ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും ഇല്ല. ഹോട്ടലുകളിലാണ് പല ആൾക്കാരെയും വന്ന് കാണുന്നത്. എനിക്ക് ഏതാണ്ട് 10,000-2,000 ഫ്ലെക്സ് അടിച്ചെന്ന് തോന്നുന്നു. പലതും കയറിയിട്ട് പോലുമില്ല. ആദ്യം അടിച്ചത് ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ഇതില്ലാത്ത ഫ്ലെക്സുകളാണ്. അതുകൊണ്ട് ഇതൊന്നും വെക്കാൻ കോർപ്പറേഷൻ സമ്മതിച്ചില്ല. പലതും വെച്ചില്ല. ഞാൻ ഏതാണ്ട് 12,000-ലധികം കുട്ടികൾക്ക് ഡയറക്റ്റ് കത്തെഴുതി. ഇതൊന്നും കറക്റ്റ് സമയത്ത് പോസ്റ്റ് ചെയ്തില്ല. പക്ഷേ പാവങ്ങളെല്ലാം കൂടെ കുറേ സ്ത്രീകളെല്ലാം കൂടെ, എൻ്റെ വൈഫും കുട്ടികളും അവരുടെ 2020 കുറച്ച് സ്റ്റാഫുകളും എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് ഈ കത്തെല്ലാം പ്രിപ്പയർ ചെയ്തു. 12,000 കത്തുകൾ എഴുതി പോസ്റ്റ് ചെയ്തു. സമയത്ത് പോസ്റ്റ് ചെയ്തില്ല. ഞാനിത് സ്പീഡ് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പലർക്കും കത്ത് കിട്ടി. ഈ കെട്ടിവെക്കാനുള്ള കാശ് ഒരു തന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ ആദ്യം ഞാൻ ചെലവഴിച്ച പൈസ പിന്നീട് ഇവർ തന്നു. തെരഞ്ഞെടുപ്പിൽ എനിക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്ന പ്രകാരം ലക്ഷക്കണക്കിന് രൂപ കിട്ടി, കോടിക്കണക്കിന് രൂപ കിട്ടി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആദ്യം ഇവർ 5 പൈസ പോലും തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാതെ നിന്നപ്പോൾ ഞാൻ ബൈക്ക് വിറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിട്ട് ഞാൻ കണക്കെഴുതി കൊടുത്തു. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ തരണം. ആ എഴുതി കൊടുത്ത കണക്കിനുള്ള പൈസകൾ, അതായത് കൂടുതലും സോഷ്യൽ മീഡിയ വഴിയുള്ള കണ്ടന്റുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഫ്ലെക്സും പോസ്റ്ററും അടിച്ചു. പലതും ഒട്ടിച്ചില്ലെങ്കിലും വെച്ചില്ലെങ്കിലും ഇത് അടിച്ചു. കാര്യം വെക്കാൻ ആളില്ല. BJPയുടെ കുറേ ആൾക്കാർ, കുറച്ച് പേർ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലാതെ 2020, ഞാനിതെല്ലാം പറയുമ്പോഴും 2020 എന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ കൂടെ ആളില്ല. ഇന്നലകളിൽ ഞാൻ പല സ്ഥലത്ത് പ്രചരണത്തിന് ചെല്ലുമ്പോഴും ഇവരെല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി പറയുന്നൊരു കാര്യം, ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ അഖിലിന് വോട്ട് വന്നേനെന്ന്. അപ്പൊ ഇനി എന്താണ് അഖിലിന്റെ next? 2020 സ്ഥാനാർത്ഥിയായപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യം, NDAയുടെ ഭാഗമാകണമെന്നതിൽ എന്തിനാണ് 2020 BJPയിൽ ചേർന്നാൽ പോരെ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനിപ്പോൾ ഉത്തരവുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് BJPയുടെ വികസന കാഴ്ചപ്പാടുകളോട് ഭയങ്കര യോജിപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഒരു BJP നേതാവിൻ്റെയും വർഗീയ സ്റ്റേറ്റ്മെൻറ്റുകളെ സപ്പോർട്ട് ചെയ്യാനോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനോ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ഉത്തരമാണത്. എനിക്ക് BJP പോകുന്നതിന് മറ്റൊരു തടസ്സവുമില്ല. ഞാൻ 8 വർഷങ്ങൾക്ക് മുമ്പ് യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗം രാജിവെക്കുമ്പോൾ ഞാൻ പിന്നീട് ഇന്ന് വരെയും BJPയിലേക്ക് പോകാത്തത് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് വെറുപ്പുണ്ടായതുകൊണ്ടല്ല. BJP മുന്നോട്ട് വയ്ക്കുന്ന, നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ഡെവലപ്മെൻറ്റ്സിനോടും അന്നും ഇന്നും യോജിപ്പാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ആശയം ഹിന്ദുത്വ ദേശീയബോധമായതുകൊണ്ടും അവരുടെ ചില നേതാക്കന്മാരാൽ സൃഷ്ടിക്കപ്പെടുന്ന ചില വിഭാഗീയതകളും എനിക്ക് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടും ഒരു സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി ഒരു മതേതര മൂല്യത്തോടു കൂടിയിട്ട് നിൽക്കണം എന്നുള്ള ഒറ്റ ചിന്തയിലും കൊട്ടാരക്കരയിൽ ഞാനൊരു സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ എനിക്കവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നത് കാണിച്ചു കൊടുക്കണം. ആരോടാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർക്ക് തന്നെ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനോട് കാണിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ യഥാർത്ഥ തീരുമാനമെടുത്തത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് സ്വതന്ത്രമായി സംസാരിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന പിന്തുണ ഒരിക്കലും ഒരു മുന്നണിയുടെ ഭാഗമായി സംസാരിച്ചാൽ ലഭിക്കില്ല. എങ്ങനെയാണ് മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം?